Hello everyone! എല്ലാവരും എന്ത് പറയുന്നു സുഖമായിട്ടിരിക്കുന്ന എക്സാംസ് ഒക്കെ അടുത്തു കുറച്ച് പേർക്കൊക്കെ മോഡൽ എക്സാംസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സോ ഹിയർ വി ആർ വിത്ത് എ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന നിങ്ങളുടെ SSLC എക്സാംസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന മാർക്ക് ഇന്ന ഡിസ്കോഴ്സസിന് വരാം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് മാർക്കിൻ്റെ കാര്യത്തിലാവട്ടെ എഴുതുന്ന ഫോമാറ്റിൻ്റെ കാര്യത്തിലാവട്ടെ ഈ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊരു കുറച്ചുകൂടി ഒരു പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വി ആർ ഹിയർ വിത്ത് എ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ നമ്മുടെ ടാർഗറ്റിലെ കുട്ടികൾ ഓൾറെഡി ആൻസർ ചെയ്ത് പോയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയാണ് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം ഓക്കെ സോ ദാറ്റ് ഈസ് അവർ പർപ്പസ് നമുക്ക് ഈ ഒരു ഫോമാറ്റ് എങ്ങനെയാണ് ഓരോന്നിൻ്റെ ഡിസ്കോഴ്സസ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഓക്കെ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് യു വിൽ ബി ജസ്റ്റ് ഗിവൻ വിത്ത് എ പാരഗ്രാഫ് ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിന്ന് തന്നെയുള്ള ഒരു പാരഗ്രാഫാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് യു ഹാവ് ഗിവൻ സം ക്വസ്റ്റ്യൻസ് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത് ആൻഡ് ഈച്ച് ക്വസ്റ്റ്യൻ ക്വാരീസ് 1 മാർക്ക് ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയേ റീഡ് ദ ഫോളോയിങ് പാസേജ് ഫ്രം ദ സ്നേക്ക് ആൻഡ് ദ മിറർ ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇത് സ്നേക്ക് ആൻഡ് ദ മിററിൽ നിന്ന് വരുന്ന ഒരു ഭാഗമാണ് അതിൽ നിന്ന് യു ജസ്റ്റ് ഹാവ് ടു ആൻസർ ദി ക്വസ്റ്റ്യൻസ് അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഐ എം നോട്ട് ഗോയിങ് ടു റീഡ് ദ എൻറ്റയർ പാർട്ട് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ വാസ് എ സ്നേക്ക് ഡിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടർ എങ്ങനെയായിരുന്നു നമ്മുടെ സ്നേക്കിനെ ഡോക്ടർ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ സ്നേക്കിനെ കാണുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആൻഡ് ഹിയർ ദ സ്നേക്ക് വാസ് ഡിസ്ക്രൈബ്ഡ് ലൈക്ക് ഇറ്റ് വാസ് ടേക്കൺ ബൈ ഇറ്റ്സ് ഓൺ ബ്യൂട്ടി സ്വന്തം ബ്യൂട്ടിയിൽ ഭയങ്കരമായ ആകർഷത ഉള്ള ഒരു സ്നേക്ക് ആയിട്ടായിരുന്നു സ്നേക്കിനെ ഡോക്ടർ ഡിസ്ക്രൈബ് ചെയ്തത് സെക്കൻഡ് വൺ വാട്ട് ഡിഡ് ദ സ്പീക്കർ ഡു ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റീച്ചിങ് ഹിസ് ഫ്രണ്ട്സ് ഹൗസ് പെട്ടെന്ന് തന്നെ സ്നേക്കിനെ കണ്ട് പേടിച്ച് വരണ്ട് ഓടി വന്ന ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് ആദ്യം ചെയ്തത് എന്തായിരുന്നു ഇൻ ദ ബിഗിനിങ് ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയർഡ് ഓയിൽ ഓൾ ഓവർ മൈ സെൽഫ് ആൻഡ് ടുക്ക് എ ബാത്ത് അപ്പോൾ അയാളോട് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് തന്നെ കുറച്ച് ഓയിലൊക്കെ മേത്ത് വരുത്തി ആൻഡ് ഹി ജസ്റ്റ് ടുക്ക് എ bath. So that is the answer for the second one. And then what was the doctor's intention in taking his friend and 1 or 2 friends to his room? എന്തായിരുന്നു what was the intention of the doctor? എന്തായിരുന്നു ഡോക്ടർ അയാളുടെ ഫ്രണ്ട്സിനെയൊക്കെ റൂമിലേക്ക് കൊണ്ടുപോയതിൻ്റെ ഒരു ഉദ്ദേശം ഹി ജസ്റ്റ് വാണ്ടഡ് ടു മൂവ് തിങ്സ് അയാളുടെ തിങ്സ് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഹി ജസ്റ്റ് ഹാവ് ടേക്കൺ ദി ഫ്രണ്ട്സ് ആ കൂട്ടുകാരെയൊക്കെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയതിൻ്റെ പേർപ്പസും അത് തന്നെയായിരുന്നു ഓക്കെ സോ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദ ഫൈനൽ ഇൻസൾട്ട് അക്കോർഡിംഗ് ടു ദി ഡോക്ടർ നമ്മൾ പഠിച്ചതാണ് ആ ഒരു ചാപ്റ്ററിൻ്റെ അവസാനത്തേക്ക് വരുമ്പം ഏതായിരുന്നു ഡോക്ടർക്ക് ഭയങ്കരമായി ഇൻസൾട്ടഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന ഒരു ഫീലിംഗ് നമ്മുടെ വീട്ടിൽ കള്ളം കയറുന്നുണ്ട് ആ ഒരു തീഫ് വന്നു ആൻഡ് തീഫ് വന്നിട്ട് ദ തീഫ് ജസ്റ്റ് ലെഫ്റ്റ് 1 വെസ്റ്റ് ദർ ഡോക്ടറുടെ ഒരു വെസ്റ്റ് മാത്രം ഡേർട്ടി ആയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ വെസ്റ്റ് അവിടെ ഇട്ടിട്ട് പോയി സോ ദാറ്റ് വാസ് എ കൈൻഡ് ഓഫ് ഇൻസൾട്ട് ഫോർ ഡോക്ടർ ദെൻ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താണ് ഡിസ്റെസ്പെക്ട് തോന്നിക്കുന്ന വേർഡ് യു ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ഇറ്റ് ഔട്ട് ഓക്കെ യു ക്യാൻ ജസ്റ്റ് ഫൈൻഡ് ഇറ്റ് ഔട്ട് ദെൻ ഗോയിങ് ഓൺ ഫോർ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ആണ് കൊടുത്തിട്ടുള്ളത് അതിലെ കുറച്ച് ഭാഗങ്ങൾ ആൻഡ് സം ക്വസ്റ്റ്യൻസ് ആർ ഹിയർ ഒന്നാമത്തത് ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം എ മാൻ വാട്ട് ഈസ് കൺവേഡ് ഇൻ ദീസ് ലൈൻസ് ഈ ഒരു സംഭവത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് ഹൗ മെനി റോഡ്സ് എന്ന് പറയുന്നത് ലൈഫ് എക്സ്പീരിയൻസിനെയാണ് ചോദിക്കുന്നത് സൂചിപ്പിക്കുന്നത് ഇനിയും എത്ര ലൈഫ് എക്സ്പീരിയൻസസ് വേണം ഇനിയും എത്ര യുദ്ധങ്ങൾ കാണണം ഒരു മനുഷ്യൻ ഒരു മാനിനെ മാനായിട്ട് കരുതപ്പെടാൻ okay next one identify the lines which tell you about the need to put an end to violence ഇതിലെ മിക്കവാറും സാധനങ്ങൾ ഈ പറയുന്ന ലൈൻസ് ഒക്കെ അത് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് യെസ് ഹൗ മെനി ടൈംസ് മസ്റ്റ് ക്യാനൺ ബോൾസ് ഫ്ലൈ ബിഫോർ ദേ ആർ ഫോർ എവർ ബാൻഡ് ഓക്കെ സോ പെട്ടെന്ന് തന്നെ അത് ഇല്ലാണ്ടാക്കണം യു വി ജസ്റ്റ് ഹാവ് ടു പുട്ട് ആൻ എൻഡ് ടു ദീസ് എന്നുള്ളതാണ് ആ ഒരു ലൈൻ കൊണ്ട് ഇൻറ്റൻറ്റ് ചെയ്യുന്നത് ഓക്കെ ദെൻ പിക്ക് ഔട്ട് ആൻ ഇൻസ്റ്റൻസ് ഓഫ് അലിറ്ററേഷൻ ഫ്രം ദ ലൈൻസ് ഗിവൻ എബവ് so alliteration to example best example is given here endana alliteration same sound repeating in the same da ivide s she sleeps in the sand so that is an example for alliteration and here white dove symbolizes freedom allengil aa white dove ne kondu ivide udeshikkunnathu iniyum etra white doves ആ ഒരു ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയും എത്ര വൈറ്റ് ഡവ്സ് സെയിൽ ചെയ്യണം ഇനിയും അവർക്ക് വേണ്ട അല്ലെങ്കിൽ ആ ഒരു വാറിൽ നിന്നൊക്കെ അവർക്ക് വേണ്ട ഒരു റിലീസ് എപ്പോഴാണ് ഇവർക്ക് കിട്ടുക എന്നുള്ളതാണ് അതുകൊണ്ട് സിംബലൈസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് കംസ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് റൈറ്റ് ആൻ അപ്രിസിയേഷൻ ഫോക്കസിങ് ഓൺ ദ തീം ഇമേജറി ആൻഡ് അതർ പോയറ്റിക് ഡിവൈസസ് ഓക്കെ അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്രിസിയേഷൻ ആണ് നമുക്ക് പാടെ 2 പോയിന്റ്സേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് ഒരു 4 or 6 or 7 ലൈൻസ് മാത്രമേ തന്നിട്ടുള്ളൂ ഫ്രം ദി ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്നതിനകത്ത് അപ്പോൾ ഇവിടെ യു ജസ്റ്റ് ഹാവ് ടു കോൺസെൻട്രേറ്റ് ഓൺ ദ തീം ഇവിടെ കാര്യമായിട്ട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഒന്ന് ഇമേജറി ആൻഡ് ദെൻ പോയറ്റിക് ഡിവൈസസ്
ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് അപ്രിസിയേഷൻ എഴുതുമ്പോഴേക്കും ഫസ്റ്റ് പാരഗ്രാഫ് ഇറ്റ് ഷുഡ് ഹാവ് ദ ടൈറ്റിൽ ആൻഡ് ദെൻ ഇറ്റ് ഷുഡ് ഹാവ് വാട്ട് the author, then a theme, or just a gist of the theme that is in the poem. പിന്നെ രണ്ടാമത് വരുന്നത് അതിലുള്ള തീം, അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുക, എന്താണ് ഈ സെൻറ്റൻസസ് പറയുന്നതെന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ തീം എന്താണെന്ന് പറയാം. ദെൻ നെക്സ്റ്റ് കംസ് ഇമേജറീസ്, എന്തൊക്കെ ഇമേജസ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് പറയാം. ഓക്കെ, നേച്ചർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് നൗ യു ഹാവ് ടു യൂസ് പോയറ്റിക് ഡിവൈസസ് ഓൾസോ. ഒരുപാട് പോയറ്റിക് ഡിവൈസസ് നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. സോ അതും വെക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ലൈൻ എടുക്കുകയാണെങ്കിൽ ഐ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ്, ഹൈപ്പർബോൾ ആണ്. ഓക്കെ, ഒരുപാട് ബ്ലെൻഡഡ്, അതൊക്കെ ജസ്റ്റ് ഒരു തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന സംഭവം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ ലോഡ് ഓഫ് അതർ എന്താണ് പോയറ്റിക് ഡിവൈസസ് ആർ യൂസ്ഡ് ഇൻ ദി ഏർലി സ്പ്രിംഗ്, ലൈൻസ് റിട്ടൺ ഇൻ ദി ഏർലി സ്പ്രിംഗ്. ഓക്കെ, ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്താണ്. ഓക്കെ, പിന്നെ ഇവിടെ വരുന്നത് ടു ഹർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലൈക്ക് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ മെറ്റഫോർ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി യോജിപ്പിച്ചിട്ട് വേണം നിങ്ങൾക്ക് അല്ലാത്തതും ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് എ പാസേജ്. ഇത് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു പാസേജാണ്. ഈ ഒരു പാസേജിൽ ജഗാനന്ദ് റോയ് വാസ് വൺ ഓഫ് ദ ടീച്ചേഴ്സ് അറ്റ് ശാന്തിനികേതൻ സ്കൂൾ. അപ്പോൾ ജഗാനന്ദ് റോയ് ശാന്തിനികേതനിലെ ഒരു ടീച്ചറായിരുന്നു. ഹി വാസ് ഓൾസോ നോൺ ഫോർ ഹിസ് സ്ട്രിക്ട്നെസ് ആൻഡ് ഫ്യൂറി ടെമ്പർ. ഭയങ്കര ദേഷ്യവും ഭയങ്കര സ്ട്രിക്റ്റ് ഒക്കെ ആയിട്ടുള്ള ഒരാളായിരുന്നു. Once Rabindranath Tagore had decided to stage a play in Shantiniketan. അപ്പോൾ ശാന്തിനികേതനിൽ ടാഗോർ ഒരു പ്ലേ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ഓക്കെ, യങ് ബോയ് വാസ് ചോസൺ ഫോർ എ പെർട്ടിക്കുലർ റോൾ. അപ്പോൾ ഒരു കുട്ടീനെ അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. ടാഗോർ സെൻറ്റ് ഫോർ ദി ബോയ് ടു ബി ഫെച്ച്ഡ് ഫ്രം ഹിസ് ക്ലാസ്. അപ്പോൾ ക്ലാസ്സിൽ നിന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ടാഗോർ പറഞ്ഞയക്കുന്നുണ്ട്. ജഗാനന്ദ് റോയ് ദെൻ ടേക്കിംഗ് ദി ബോയ്സ് മാത്തമാറ്റിക്സ് ക്ലാസ്. അപ്പോൾ ക്ലാസ്സിൽ ജഗാനന്ദ് റോയ് ആയിരുന്നു ഉണ്ടായിരുന്നത്, മാത്സ് ക്ലാസ് ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. Visibly annoyed by the students' performance, he sent back the messenger with a terse reply. അപ്പോൾ ഈ കുട്ടിയുടെ മറ്റേ കാര്യമൊന്നും പുള്ളിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തിരിച്ച് ടാഗോറിൻ്റെ അടുത്ത് പറഞ്ഞു വിടുകയാണ്. Tell Gurudev that during my class, boys don't go dancing and perform. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ ഒന്നും ഞാൻ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ പെർഫോമൻസിനോ ഒന്നും വിടില്ല. അപ്പോൾ ടാഗോറിൻ്റെ കൊളീഗ്സ് ദേ ലൈക്ക് അവർക്കൊരു നാണക്കേടായി. ആൻഡ് ടാഗോർ വാസ് അൺമൂവ്ഡ്. പക്ഷേ ടാഗോറിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ദ ടീച്ചർ ഇസ് ആംഗ്രി ആൻഡ് ദ ഓൺലി വേ ഹി ഈസ് ഗോയിങ് ടു റിലീസ് ദ ബോയ് നൗ ഇസ് ടു ആസ്ക് ഹിം ടു ബി പാർട്ട് ഓഫ് ദി പ്ലേ. അപ്പം പറയാണ് ടാഗോർ ഒരു കുഴപ്പമില്ല, അദ്ദേഹം കുറച്ച് ദേശത്തിലാണെന്ന് തോന്നുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തെ കൂടെ നമുക്ക് ഈ പ്ലേയിലേക്ക് കൊണ്ടുവരാം, എന്നാൽ മാത്രമേ അദ്ദേഹം ആ കുട്ടീനെയും കൂടെ ഫ്രീ ആക്കി വിടുകയുള്ളൂ. Okay, and that year Jaganand performed a play in the play himself. അപ്പോൾ അദ്ദേഹം അടുത്ത ഇയറിലേക്കുള്ള നെക്സ്റ്റ് ദാറ്റ് ഇയറിൽ തന്നെ പ്ലേയിൽ ഒരു ഭാഗമാവുന്നുണ്ട്. ആൻഡ് ഹി നെവർ ഡിസഗ്രീഡ് ടു റിലീസ് വൺ ഓഫ് ഹിസ് സ്റ്റുഡൻസ് ഫോർ എ റിഹേഴ്സൽ ലേറ്റ്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഏത് കുട്ടീനെ റിഹേഴ്സലിന് ചോദിച്ചു കഴിഞ്ഞാലും ഹിൽ ബി ജസ്റ്റ് അലൗവിങ് ദം ടു ഗോ. ഓക്കെ, സോ വാട്ട് വാസ് ദ സബ്ജക്ട് ടോട്ട് ബൈ ജഗാനന്ദ് റോയ് ഇൻ ദ ശാന്തിനികേതൻ? ഏതായിരുന്നു സബ്ജക്റ്റ് എടുത്തുകൊണ്ടിരുന്നത്? ഇറ്റ് വാസ് മാത്സ് അല്ലേ? മാത്സ് ആയിരുന്നു അദ്ദേഹം ആ ഒരു ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത്. ദെൻ നെക്സ്റ്റ് കംസ് അടുത്തത് ഏതാണ് വരുന്നത്? ഓൺ വാട്ട് ഒക്കേഷൻ ഡിഡ് ജഗാനന്ദ് റോയ് റെഫ്യൂസ് ടു ഒബേ ടാഗോർസ് ഇൻസ്ട്രക്ഷൻ? അപ്പം ഹി വാസ് റിയലി എന്താണ്, എന്തൊരു ഒക്കേഷനിലാണ് പറ്റില്ല എന്ന് പറയുന്നത്? ഹി വാസ് അനോയ്ഡ് ബൈ ദ സ്റ്റുഡൻസ് പെർഫോമൻസ് ആൻഡ് സോ ഹി സെൻഡ് ബാക്ക് ദാറ്റ് മെസ്സേജ്. Then how did Tagore solve the issue of fetching the boy from Jaganand Roy's? അപ്പം എന്ത് ചെയ്തു ടാഗോർ? എന്താ ചെയ്തേ? ഒരു വഴിയുള്ള നിലയ്ക്ക് ജഗാനന്ദ് റോയിനെ തന്നെ ആ പ്ലേയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അദ്ദേഹം ഹി സ്റ്റാർട്ടഡ് ടു നോട്ട് ടു റെഫ്യൂസ് പീപ്പിൾ ഫ്രം ദി പ്ലേ. Why were the teachers of Shantiniketan embarrassed? അവരെന്തുകൊണ്ടാണ് എംബാരസ്ഡ് ആയത്? നമ്മുടെ ശാന്തിനികേതനിലുള്ള ഒരു ടീച്ചറായിട്ടുള്ള ജഗാനന്ദ് റാവുടെ അടുത്ത് ചോദിച്ചാൽ അദ്ദേഹം സമ്മതിച്ചില്ല, പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ ആ ഒരു കാര്യം കേട്ടിട്ട് ദ ടീച്ചേഴ്സ് വർ, ടാഗോറുടെ കൂടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ്, ദേ ഫെൽറ്റ് എംബാരസ്ഡ്. And then pick out the word from the passage that means someone that work with you. Colleague എന്നുള്ളൊരു മീനിങ് വരുന്ന സംഭവമാണ്. ഇതിലും you just have to find it. കൊളീഗ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഹിയർ കംസ് നമുക്ക് ഇനി ശ്രദ്ധിക്കാനുള്ളത് here are the things that we have to listen. One is prepare a review of the story Snake and the Mirror. ഒരു റിവ്യൂ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. റിവ്യൂ ആ ഒരു ടൈറ്റിലിൽ തന്നെയുണ്ട് നമ്മുടെ ആൻസർ, റിവ്യൂയിങ്. വെൻ യു ആർ റിവ്യൂയിങ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ചാപ്റ്റർ, അതിനെ നിങ്ങൾ റിവ്യൂ ചെയ്യുകയാണ്, രണ്ടാമതൊന്നുകൂടെ നോക്കുകയാണ്. അപ്പോൾ ആദ്യം നോക്കുമ്പോൾ നിങ്ങൾ ചെയ്യുക ഒരു ജസ്റ്റ് ഒരു കവർ, ഒരു അവേർട്ട് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിരിക്കും നിങ്ങൾ നടത്തുക. പക്ഷെ രണ്ടാമത് വരുമ്പോഴേക്കും നിങ്ങൾ കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് റീഡ് ചെയ്യും, അതിൻ്റെ തീംസ് മനസ്സിലാക്കും, അതിലെന്തൊക്കെയാണ് ഒരു അനലിറ്റിക്കലായിട്ടായിരിക്കും നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യുക. സോ ആ ഒരു രീതിക്ക് വേണം നിങ്ങളുടെ റിവ്യൂസ് മേക്ക് ചെയ്യാൻ. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻസും സ്റ്റേറ്റ് ചെയ്യാനുള്ള സകല ഫ്രീഡവും ഉണ്ട്. ഓക്കെ, അപ്പോൾ റിവ്യൂ, അപ്പോൾ അതിൽ ഏത് ചാപ്റ്ററാണ്, ഏത് ഓതറാണ്, യുവർ ഒപ്പീനിയൻ, വാട്ട് ഓൾ തീംസ് ആർ ഡിസ്കസ്ഡ് ഇൻ ദാറ്റ്, എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഒരു സ്നേക്ക് ആൻഡ് ദ മിററിൽ വരുന്നത്,
and then your opinions. Okay, you can place all these things together in a review. And then the boy in the story Adventures in a Banyan Tree witnessed the fight between the mongoose and the cobra, and all the newspapers reported in and write likely newspaper report and of the incident. Appo newspaper report aanu. When you are writing a newspaper report, endokke karyangal venam, consider this as your paper. Ivada namukku title is necessary. Oru title venam. Then we just have to write the staff reporter's name, or you can just write a staff reporter. Okay, then we can mention the place mention cheya. Then you can start writing. Ezhuthi thodanga what all things should you answer in this content area? Ivide endana, what, when, epol, which, അല്ലെങ്കിൽ what happened and why, ഈ പറയുന്ന questions ഒക്കെ answer ചെയ്തിരിക്കണം. Okay, അപ്പോൾ നമ്മുടെ content അതാണ് കൊടുക്കുന്നത്. And the first line, it should be some very related to the title. ടൈറ്റിലുമായിട്ട് നല്ല രീതിക്ക് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കണം നമ്മുടെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫസ്റ്റ് ലൈൻ. ആൻഡ് ടൈറ്റിൽ ഷുഡ് ബി ക്യാച്ചി. ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത ടൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ആരാണെങ്കിലും ആ പേപ്പർ വായിക്കാൻ നിൽക്കില്ല, ആ ഒരു ന്യൂസ് വായിക്കാൻ നിൽക്കില്ല. സോ ദ ടൈറ്റിൽ ഷുഡ് ബി അട്രാക്റ്റീവ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ക്യാച്ചി. ഓക്കെ, സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ഓൾസോ ക്ലിയർ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ അതിനുള്ളിൽ വരേണ്ട ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. Okay, next comes another set of things. ഇവിടെ നമുക്ക് you can write any two. രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി, and each carries 5 marks. ഒന്നാമത്തത്, the nature club of your has decided to conduct a seminar on deforestation. As a secretary of the club, prepare a notice to invite the students and parents to the seminar. അപ്പോൾ നോട്ടീസ് റൈറ്റിംഗ് ആണ്. So what is the format of a notice writing? ഇത് ഡിഫോറസ്റ്റേഷനെ പറ്റിയിട്ട് ഒരു സെമിനാർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെമിനാർ നോട്ടീസിൻ്റെ ഫോമാറ്റ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കൂൾസ് നെയിം. ഓക്കെ, ദെൻ കംസ് ഡേറ്റ്, ദെൻ ഹിയർ കംസ്, ഇതിന് തൊട്ട് താഴെ വരേണ്ടത് നോട്ടീസ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ വരണം. ദെൻ ഡേറ്റ്, ദെൻ ഹിയർ ദ ടൈറ്റിൽ ഷുഡ് ബി ദർ. എന്താണോ ഇതിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടൈറ്റിൽ വരേണ്ടത് സെമിനാർ ഓൺ ഡിഫോറസ്റ്റേഷൻ, ഓൺ deforestation. Okay, seminar on that will be the title. Then you can just start with dear friends. പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. Then you can make the content. ഇവിടെ content നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോട്ടീസിൽ? So here a school is going to conduct, it is here to inform that a school is going to conduct a seminar on deforestation. On what day, ഏത് ഡേ ആണ്, at what time, and where is it going to be held? In the school auditorium. All the parents and students are invited to the program. അത് കഴിഞ്ഞിട്ട് you can also mention, ഇവിടെ ഒന്നും കൂടെ ഒന്ന് പറയാം, where is the venue എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ time can also be mentioned. Okay, and coming towards the end, ഇത് മാർജിൻ്റെ സൈഡ് ആണെങ്കിൽ ഈ സൈഡിൽ തന്നെ ലെഫ്റ്റ് നോട്ട് മാർജിൻ്റെ തൊട്ടടുത്തേക്ക് തന്നെയായിരിക്കും. You can just say who produced the notice. അതാരാണ്? Secretary, Eco Club. So if you are writing all these things and the content part കൂടെ ready ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ you will be just getting 5 marks. All right, so that is the notice. Then comes here comes the next question, that is, after a successful completion of shooting at Boral, a journalist gets a chance to interview Satyajit Ray. Prepare 5 questions that the journalist might ask him. Okay, അപ്പോൾ സത്യജിത് റേയോട് ഒരു ജേർണലിസ്റ്റ് ആ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കണം? ദാറ്റ് ഷുഡ് ബി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കണം. ആൾക്കാർക്ക് നല്ല രീതിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാവുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം അവിടെ ചോദിക്കേണ്ടത്. Okay, അപ്പോൾ what can be the first one? What was your inspiration? How did you overcome all the problems? And your question should be related to the chapter. നിങ്ങൾ ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കുക. And what is your next project in mind? Are you also going to make something that is related to animals? Animal movies തന്നെയാണോ are you going to make next? Okay, you can just go for questions like which are open-ended. പെട്ടെന്ന് നല്ല രീതിക്ക് ഓപ്പൺ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് you should add. All right, so that is that question. Then next comes write a paragraph on the friendship between the small squirrel and the boy in the Adventures of Banyan Tree. അപ്പോൾ നല്ല ഒരു ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു നമ്മുടെ ബോയും സ്ക്വിറലും തമ്മിൽ. അപ്പോൾ അവരെങ്ങനെയാണ് മീറ്റ് ചെയ്തത്? ആൻഡ് ദ സ്ക്വിറൽ വാസ് ഹാവിങ് ദാറ്റ്, എന്താണ് സ്ക്വിറലിന് ബോയുടെ അടുത്ത് കിട്ടിയിരുന്ന ഫ്രീഡം, അവൻ്റെ പോക്കറ്റ്സിലും ഒക്കെ വന്നിരിക്കാനൊക്കെ അത്രയധികം ഭയങ്കര ഒരു ഫ്രീഡം ആയിരുന്നു, ഒരു ഫ്രണ്ട്ലിനെസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം അവർ തമ്മിലുള്ള ആ ഫ്രണ്ട്ഷിപ്പിനെ
ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യുക, അതിനെപ്പറ്റി ഒരു പാരഗ്രാഫ് എഴുതുക. ഇഫ് യു ആർ ജസ്റ്റ് റൈറ്റിംഗ് അത് എഴുതി തുടങ്ങുമ്പോൾ സോ ദി ബോയ് ആൻഡ് ദ സ്ക്വിറൽ ദേ ആർ ഫ്രം ദിസ് ക്യാരക്ടർ ദിസ് ചാപ്റ്റർ അഡ്വഞ്ചേഴ്സ് ഓഫ് ബനിയൻ ട്രീ റിട്ടൺ ബൈ ഹും എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് യു ക്യാൻ ജസ്റ്റ് ഡിസ്ക്രൈബ് ഓൺലി ദി പോർഷൻ വേർ ഇറ്റ് ഷോസ് സ്മോൾ സ്ക്വിറൽ ആൻഡ് ബോയ്. ആ ഒരു സന്ദർഭം മാത്രം എഴുതിയാൽ മതി, നിങ്ങൾക്ക് ആ ഹോൾ സ്റ്റോറി പറഞ്ഞു പോകേണ്ട കാര്യമില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് ആൻസർ ദി ഫോളോയിങ് ആണ് വരുന്നത്. ഈസി ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഇവിടെ യു ക്യാൻ ജസ്റ്റ് ചൂസ് 3. ഇവിടെ കുറച്ച് ഏറെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം 3 എണ്ണം. ഈച്ച് ക്യാരീസ് 6 മാർക്സ്. The homeopath in the story, the snake and the mirror, is a humorous character. Prepare a character sketch. Very obvious question ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്തൊക്കെ ക്യാരക്ടേഴ്സ് വരാം? അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് വേണം. ദെൻ വാട്ട് ഈസ് ദിസ് ഫിനാൻഷ്യൽ കണ്ടീഷൻ? പുവർ ആണ്. ഹി ജസ്റ്റ് വാണ്ടഡ് ടു മാരി എ വെരി റിച്ച് ലേഡി, ആംബിഷ്യസ് ആണ്. ദെൻ വാട്ട് കംസ് നെക്സ്റ്റ്? He is a very admirer of beauty and he fears snakes. He is also a foolish doctor. ഒരു foolish doctor ആണ്, കാരണം he doesn't have any medicines. ഒരു പ്രത്യേകിച്ച് ഒരു ബോധമൊന്നും ഇല്ലാത്ത ഒരു ഡോക്ടർ. ആൻഡ് ഹി സ്റ്റിൽ കെയർസ് അബൌട്ട് ഹിംസെൽഫ്. അതുകൊണ്ട് പിന്നെ ഹി ഹാസ് ഗോട്ട് സം സെൽഫ് ഫീലിംഗ്, ബിക്കോസ് ലാസ്റ്റ് ആ ഒരു തീഫ് വന്നിട്ട് ഒന്നും അവശേഷിപ്പിക്കാതെ അയാളുടെ ആ വെസ്റ്റ് മാത്രം അവിടെ വെച്ചിട്ട് പോകുമ്പോൾ ഹി ജസ്റ്റ് ഫീൽസ് ഇൻസൾട്ടഡ്. ഓക്കെ, സോ ഈ കാര്യങ്ങളൊക്കെ ഇഫ് യു ആർ ജസ്റ്റ് മെൻഷൻ, കഥയല്ല എഴുതി വെക്കേണ്ടത്. ഇഫ് യു ആർ ജസ്റ്റ് മെൻഷനിങ് ദി ക്യാരക്ടർ, ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് വ്യൂസ് ഓഫ് ഹിസ് ക്യാരക്ടർ, ദെൻ അലോങ് വിത്ത് ദി ഇൻസിഡൻസ്, നമ്മുടെ സ്റ്റോറിയിലുള്ള ഇൻസിഡൻസിൻ്റെ ഒപ്പം നിങ്ങൾ ഈ ക്യാരക്ടറോട് സ്റ്റേറ്റ് ചെയ്യാണ് അവിടെ വേണ്ടത്. ഓക്കെ, then next comes, imagine that Satyajit Ray writes a letter to one of his friends after his visit to Hollywood, and he understood the expertise of Hollywood filmmakers in making animals and birds act in films and write a likely letter. So ഹോളിവുഡ് ഒക്കെ കണ്ട് സത്യജിത് റേ വരുമ്പോഴേക്കും സത്യജിത് റേ തൻ്റെ ഫ്രണ്ടിന് ഒരു ലെറ്റർ എഴുതാണ്. സോ ഇറ്റ് ക്യാൻ ബി ദറ്റ് ലൈക്ലി ലെറ്റർ ഫോമൽ ആയിരിക്കും ഇൻഫോമൽ ആയിരിക്കും. ഫ്രണ്ടിനാണ് എഴുതുന്നത്, സോ ഇറ്റ് ഈസ് ഒബ്വിയസ്ലി an informal letter. അപ്പോൾ ഇൻഫോർമൽ ലെറ്ററിന് പേരില്ലാണ്ട് നമുക്ക് അഡ്രസ്സ് എഴുതുക, ഡേറ്റ് ഷുഡ് ബി ദർ, ദെൻ കംസ് വാട്ട്, നമുക്ക് എന്താണോ പറയുക ഡിയർ ഫ്രണ്ട് എന്ന് തുടങ്ങി നമ്മുടെ കോണ്ടന്റ് വിവരിക്കുക. ഓക്കെ, അതിനുശേഷം കോണ്ടന്റ് വിവരിക്കുന്നതിന് തൊട്ട് മുന്നേ നമുക്കൊരു ഇൻട്രോ പാരഗ്രാഫ് എന്നുള്ള രീതിക്ക് ആർ യു ഓക്കെ, ആർ യു ഡൂയിങ് വെൽ, ഹൗ യു, ഹോപ്പ് യു ആർ ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കംസ് കോണ്ടന്റ് പാർട്ട്, ദെൻ ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫും കൂടെ കൊടുക്കുക. ഓക്കെ, കൺക്ലൂഡിങ് പാരഗ്രാഫും കൂടെ കൊടുത്തിട്ട് യു ക്യാൻ ജസ്റ്റ് വൈൻഡ് അപ്പ് വിത്ത് ലവ് എന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം നിങ്ങൾ എഴുതുന്ന സാധനങ്ങളെല്ലാം അഡ്രസ്സ് ആണെങ്കിലും ഇവിടെ അഡ്രസ്സ് എല്ലാം എന്താണ് മാർജിൻ്റെ അടുത്തേക്ക് ഉണ്ടാവണം. ഡേറ്റ് ആണെങ്കിലും ഇവിടെ ഉണ്ടാവണം, ദെൻ കോണ്ടന്റ് പാർട്ട് ഇവിടെ ഉണ്ടാവണം, ദെൻ വിത്ത് ലവ് എന്നുള്ള പറയുന്ന ആ പാർട്ടാണെങ്കിലും ഇറ്റ് ഷുഡ് ബി നിയർ ടു ദി മാർജിൻ. ഓൾ റൈറ്റ്, സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് കംസ് പിന്നെ ഉള്ളത് പ്രിപ്പയർ എ റൈറ്റ് അപ്പ് ദി ക്ലോസ് നെറ്റ് റിലേഷൻഷിപ്പ് ഓഫ് ദി ബോയ് വിത്ത് നേച്ചർ. ഒരു റൈറ്റപ്പ് എഴുതാനാണ്. സോ യു ക്യാൻ ജസ്റ്റ് ഡിസ്ക്രൈബ് ഓൾ തിങ്സ് ആർ ഹാപ്പനിങ് ദർ. റൈറ്റപ്പിന് ഏത് സ്റ്റോറിയാണ്, ആരാണ് ഓഥർ എന്ന് എഴുതുക. ദെൻ യു ക്യാൻ ജസ്റ്റ് സ്റ്റേറ്റ് യുവർ ഓൺ ഒപ്പീനിയൻസ്, നിങ്ങൾക്ക് എന്താണ് അവിടെ ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ യു ക്യാൻ പ്രസൻറ്റ് ഇറ്റ്. ഇനി നെക്സ്റ്റ് കംസ് ദ ഹോമിയോപാത്ത് ഇൻ ദ സ്റ്റോറി നറേറ്റ്സ് എ സ്നേക്ക് ഇൻസിഡൻറ്റ് ടു വൺ ഓഫ് ഹിസ് ഫ്രണ്ട്സ്. അപ്പോൾ അവർ തമ്മിലുള്ളൊരു കോൺവെർസേഷൻ, 6 എക്സ്ചേഞ്ചസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പം എടാ ഞാനത് കണ്ടു, ആദ്യം തന്നെ നിങ്ങളൊന്ന് വിഷ് ചെയ്തിട്ട് വേണം, ഹായ് ഹലോ ആദ്യമായിട്ട് കാണുകയാണ്. ദെൻ യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ആ ഒരു നടന്ന സംഭവം, സ്നേക്ക് ഇന്നത് ചെയ്തു, കോബ്ര ഇന്നത് ചെയ്തു, ആൻഡ് ദി അതർ വൺ മംഗൂസ് ഇങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ള അവരുടെ എക്സ്ചേഞ്ചസ്. ആൻഡ് വെൻ യു ആർ റൈറ്റിംഗ് ഡയലോഗ്സ് ജസ്റ്റ് ബി വെരി ഷുവർ അബൌട്ട് ദി ഗ്രാമർ. ഓക്കെ, ഗ്രാമർ കുറച്ച് ശ്രദ്ധിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കംസ് എ പ്രൊഫൈൽ റൈറ്റിംഗ്. പ്രൊഫൈൽ റൈറ്റിങ്ങിൻ്റെ മേജർ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ഹാവ് എ ടൈറ്റിൽ, ഒരു ടൈറ്റിൽ ഉണ്ടാവണം. പിന്നെ ഇതിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സ്, ബോൺ, എഡ്യൂക്കേഷൻ, ഫേമസ് ആസ്, മേജർ വർക്ക്സ്, ഓണേഴ്സ്, അവാർഡ്സ് ആൻഡ് ഡെത്ത്. ഈ ഓർഡറിൽ തന്നെ വേണം നിങ്ങൾ കാര്യങ്ങൾ പ്ലേസ് ചെയ്യാൻ. ഈ ക്രോണോളജിക്കൽ ഓർഡർ ഇറ്റ് ഷുഡ് ബി ഫോളോഡ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന എക്സ്ട്രാ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് വിത്ത് ഇറ്റ്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ ഇസ് ഇതെല്ലാം ജോയിൻ ചെയ്യിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് തുടങ്ങാം? വില്യം വേർഡ്സ്വർത്ത് വാസ് ബോൺ ഇൻ 7th April 1777 in Cockermouth, United Kingdom. അപ്പോൾ അത് ജോയിൻ ചെയ്യിക്കേണ്ടത് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ഉപയോഗിച്ചിട്ടാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, shall we go for the next one? Here some titles are given. You have to answer these questions according to the titles. അത് നോക്കിയിട്ട് നമുക്ക് questions നോക്കാം. Okay, അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ്സ് announced. വി ഷിനിലാൽസ് Sabarka Kranti, best novel. China's new law tightens two's powers against the West. And then Ashes 2 test, Smith stun powers, Australia 2-4-1-6, England fight back.
Kerala schools observe dry day as a state witnesses spurt in fewest cases. And amid surge in dengue cases, 10 years old from Kollam succumbs to fever. അപ്പോൾ ഇവിടെ questions ഉണ്ട്. Pick out the headline that speaks about death. What can be the one? The last one. അല്ലേ? Last one can be the one E. Option E. Then comes in next one. The headline related to the school children. Kerala schools observe dry day. So that is the answer. Then next one, pick out the sports news. And then Ashes 2 test. Then the news related to literature is first one, Kerala Sahitya Academy Awards. Then pick out the news related to India's neighbor, China's new law titans. Okay. Then here comes a conversation. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വെറും ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി ഇറ്റ് ഈസ് റിപ്പോർട്ടഡ് സ്പീച്ച്. ഇവിടെ നോക്കി ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, ബോയ് പറഞ്ഞു. ആൻഡ് ഹിയർ യു ആർ ആസ്ക്ഡ് ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് എന്നൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ വാട്ട് ക്യാൻ ബി ദി ആൻസർ ഫോർ ദിസ്? ഒന്ന് ഓർക്കേണ്ടത്, ദിസ് ഇസ് സ്റ്റാർട്ടിംഗ് വിത്ത് a question word. So നമ്മുടെ റിപ്പോർട്ടിംഗ് വേർഡും ക്വസ്റ്റ്യൻ വേർഡ് തന്നെ ആയിരിക്കണം. സോ what can be that grandfather asked why എന്താണ്, പിന്നെ മേളിൽ കൊടുത്തിരിക്കുന്ന ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ബിക്കോസ് ഇറ്റ് ഇസ് ഇൻ പ്രസന്റ് ടെൻസ്. നമ്മൾ എങ്ങോട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുക? പാസ്റ്റിലേക്കായിരിക്കും. അതായത് V1 gets changed to V2. So why I looked very tired. Okay, so this is the answer. Grandfather asked why I looked very tired. So the next one, the boy replied. This is this is a statement. But statement we can just add the reporting verb as that the boy replied that he. And the next one he saw a thrilling. So this is V2. So what can be the thing? So V2 will convert to had plus been. He had seen a thrilling fight between the snake and a mongoose. So this is the answer. First one, why grandfather asked why I looked very tired. Second one, the boy replied that. Statement I wanted that to be had seen. V2 ayadonde we are just converting that to had. He had seen a thrilling fight between the snake and a mongoose. Okay. Then over to the next one. ഇവിടെ നിങ്ങൾക്ക് ഒരു പാസേജ് എഡിറ്റ് ചെയ്യാനാണ്. സോ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഐഡന്റിഫൈ ഇൻ വിച്ച് ടെൻസസ് പാസേജസ്. ആദ്യം തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും. The cobra and the mongoose came. This is in V2. Came. അല്ലേ? അപ്പോൾ V2 ആണെന്ന് മനസ്സിലായി, പാസ്റ്റിലാണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അങ്ങോട്ട് വരുന്നതും അതുപോലെ പാസ്റ്റിലായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ തെറ്റ്, ദിസ് ഇസ് നോ എന്ന് പറയുന്നത് V1 ആണ്. സോ വി ജസ്റ്റ് ഹാവ് ടു കൺവേർട്ട് ദാറ്റ് ടു V2, ന്യൂ. ഓക്കെ, ഓൺലി ടു വെൽ ദാറ്റ് ദ മംഗൂസ് വേർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. മംഗൂസ് ഇസ് എ സിംഗുലർ ടേം. മംഗൂസ് എന്ന് പറയുന്ന ഒരു സിംഗുലർ ആണ്, ഒറ്റയാൾ മാത്രമല്ല. സോ ഹൗ ക്യാൻ വി യൂസ് വേർ? അപ്പോൾ നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ക്യാൻ യൂസ് വാസ്. Okay, a superb fighter and clever and aggressive. There is a spelling mistake in aggressive. Okay, this is the correct spelling. And then he could move swiftly. So that is the correct one. Swiftly and strike with the speed of light. Okay, so that is also over. Now to the phrasal verbs. Phrasal verbs correct title identify ചെയ്തെഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. So the first one, താഴെ നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. Turn down, turn up, set out, call on, call it. Okay, so the first one is Satyajit Ray dash the manager of Bharat Circus. So what can be the answer? Call on and told him that they are just meeting എന്നുള്ള meaning ആണ് call on വരിക. Needed a tiger for shooting a film. Fortunately, he didn't turn down. നിരസിച്ചില്ല. He didn't avoid his need. Turn down. And the manager called Mr. Thorat and asked him to do the needful. Mr. Thorat, then next, what can be the next? Yeah, turn up to the shooting location with 2. അവിടേക്ക് എത്തി, arrive എന്നുള്ള മീനിങ് ആണ് വരുന്നത്. And then many people dash location to watch shooting. Many people set out. അവിടെ arrive ചെയ്തു, അല്ലെങ്കിൽ അവിടെ തടിച്ചുകൂടി, അല്ലെങ്കിൽ ഒരു ഗാലറി പോലെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, അവിടെ set out ചെയ്തു. Okay, so these are the phrasal verbs that you have to add. All right, so now we are going for the next
one here you have to fill up the blanks. Okay, അപ്പോൾ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ചെയ്യാം. I picked, അവിടെ നമുക്ക് ഏതായിരിക്കും യൂസ് ചെയ്യാൻ പറ്റുക? ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. I picked up. Okay, the comb and ran it dash my hair, through my hair, എൻ്റെ തലമുടിയിടയിൽ കൂടെ. And then my hair and adjusted the parting so that, അതുകൊണ്ട്, അതിനാൽ, so that. Okay, so that it looked straight and neat. Okay, and again I heard dash sound, that sound. All right, yes. Then towards the last portion, ഇവിടെ we just have to add ഒരു ഡയലോഗ് കംപ്ലീഷൻ ആണ്. സാറയും അലിയും, അതായത് അവരുടെ ഷൂസ് കാണാതെ പോയി അല്ലേ, അലി കൊണ്ടുപോയി മിസ്സാക്കിയിട്ട് വന്നു. അപ്പോൾ അവരുടെ ഇടയിൽ സംഭവിക്കുന്ന ഒരു കോൺവെർസേഷൻ. അലി, യു ലോസ് മൈ ഷൂസ്, ഡോണ്ട് യു? ആൻഡ് യെസ് ഡിയർ, ബട്ട് ഐ എം ഷുവർ ഐ കെപ്റ്റ് ഇറ്റ് ഇൻ ദി വെജിറ്റബിൾ ഷോപ്പ്. ഇനി നമ്മൾ അടുത്ത് നോക്കാം. ഐ ഡോണ്ട് നോ, ബട്ട് one thing is for sure, I safely placed it in the small gap between two. അപ്പോൾ പറയാം, അപ്പോൾ what can be the question? Where did you place that? From where did you lose that? That can be the question. Ini, don't tell lies. I will definitely inform father about it. If you inform that father, he will beat us. And then Zara enda paraya? What can be that? If you inform us, father will beat us. So then what should we do? Nammal enda cheyendathu? You had better bring my shoes back. Okay? അപ്പം ഇത്തരം കാര്യങ്ങൾ ഇവിടെയൊക്കെ നിങ്ങളുടേതായ ഐഡിയാസും കൊണ്ടുവരാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ആയിക്കോണമെന്നില്ല. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. അപ്പം നിങ്ങളുടെ എക്സാംസ് ഒക്കെ ഉഷാറായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാമ്പിളൊക്കെ യു ക്യാൻ റെഫർ വെൻ യു ആർ റൈറ്റിംഗ് ദി എക്സാംസ് ഫോർ ദി ഫൈനൽ വൺ. Okay, so I hope this is clear for you. See you in the next video. Bye bye.